എന്നാടാ ഒരു കോളുണ്ട്. കോളോ? കർത്താവ് വലിയവരാണ്. പറഞ്ഞു തീരും മുമ്പ് കോള് കൊണ്ടുവന്നേ. മോഹൻലാൽ ആരാധകരും സിനിമ ആരാധകരും ഒക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ സിനിമ പുറത്തിറങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ഈ സിനിമ നേരിടേണ്ടി വരുന്നത്. ഓഹോ അപ്പടിയാ, അതെനിക്ക് தெரியாதே. കാരണം ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ സിനിമ പ്രതിപാദിക്കുന്ന വിഷയമായ രാഷ്ട്രീയം, അതാണോ ഈ ആൾക്കാരെ അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങിനെ ആൾക്കാരെ ചൊടിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. BJPയുടെ ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ള പല പേജുകളിലും ഗ്രൂപ്പുകളിലും സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആഹ്വാനം പോലും വരികയാണ്. എന്ത് നെറികളോടോ നീ പറയുന്നേ? ഡൽഹി കണ്ടുപിടിച്ച ആളാ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം. ബോയ്ക്കോട്ട് എമ്പുരാൻ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ നിലവിൽ സിനിമയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏറ്റവും വലിയൊരു വിവാദപരമായിട്ടുള്ള കാര്യം. കാരണം സിനിമയിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം BJPയെ എതിർക്കുന്നതാണെന്നും അല്ലെങ്കിൽ BJPയെ ഇത്തരത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ നേരത്തെ ദുർബലനാ. എന്റെ മുറിവിൽ നീ മുളക് പുരട്ടരുത്. മോഹൻലാലിനെതിരെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെതിരെയൊക്കെ അതിനിശ്ചിതമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെയൊക്കെ. പൃഥ്വിരാജ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആളാണ്. ഭാര്യയും കുന്നനായി അഭിനയിക്കാൻ പോയ ആളാണ്. മോഹൻലാലിനെ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം പോയില്ല. നീ എല്ലാവരും മനസാക്ഷി ഇല്ലാത്തവരാണ്. ആണ്. ഇത്തരം വിഷയങ്ങളടക്കം എടുത്തുകൊണ്ടാണ് വലിയ തരത്തിലേക്കുള്ള ഒരു ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സിനിമയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രചരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ കയറി വന്ന് എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്. നോർത്ത് നിന്നൊക്കെ പ്രൊപ്പഗണ്ട മൂവി ഇവിടെ ഇറക്കി വിടുന്ന സമയത്ത് ഇതേ സംഘപരിവാർ ബെൽറ്റുകൾ പറഞ്ഞിരുന്നത് എന്താ? ഇതൊരു സിനിമയാണ്, സിനിമയായിട്ട് കാണണം, ക്രിയേറ്റീവ് സ്പേസ് ആണ്, സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കലുണ്ടല്ലോ. നോർത്തുനിന്ന് വരുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു വർത്താനം, ഇവിടുന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഇതേ പറയും. എനിക്ക് വിവരമില്ലല്ലോ. ആ സിനിമ ഞാൻ കണ്ടതാ രാവിലെ. അതിനകത്ത് 3 പാർട്ടികളെയും ഒരുപോലെ കുത്തിയിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ഒരു അസഹിഷ്ണുതയുടെ ഫേസ് എന്തിനാണ് സംഘപരിവാറിന് വരുന്നത്? ഈ പറഞ്ഞത് ന്യായം. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി വരാൻ. പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു സാമൂഹിക സാഹചര്യത്തിൽ ഒരു മോഹൻലാൽ പ്രധാന നായകനായി വരുന്ന ഒരു സിനിമ, ആ സിനിമയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമായി അത് എത്രത്തോളം നടക്കുമെന്നുള്ള ചോദ്യമുണ്ട്. എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് ഇത്തരത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. ഇതും ഒരു തുടക്കമാണ്. പസങ്ങൾക്കൊരു ബൂസ്റ്റ്, ഇൻഡസ്ട്രിക്കുള്ള ടോക്ക്. പുറിഞ്ചതാ സാറേ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്.